ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂഞ്ഞാറിലെ സിംഹം എന്നായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പി സി ജോർജിനെ പറ്റിയാണ് പറയുന്നത്. പി സി ജോർജ് എന്ന് പറയുന്ന ഒരു മാന്യൻ അയാളുടെ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എവിടെയോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്ത് അയാളെ വിജയിപ്പിച്ച ഒരു ജനതയെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശത്രുക്കളാക്കിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അയാളുടെ വാക്ക് തന്നെ, അയാളുടെ നാക്ക് തന്നെയാണ്. അപ്പോൾ ഈ കോൺഗ്രസിലും അതുപോലെ കേരള കോൺഗ്രസിലെല്ലാം ഉള്ളപ്പോഴേ അവരൊക്കെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ആരും സംരക്ഷിക്കാനില്ല. അതായത് ഏതൊരു പാർട്ടിയിൽ ഇപ്പോഴും കൂടിയിട്ടുണ്ട്, അവർക്ക് പോലും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഒരു അലർജി ഉള്ളതുപോലെയാണ്. അപ്പം അങ്ങനെ ഈ പി സി ജോർജ് എന്ന് പറയുന്ന മാന്യനെ ഇന്ന് പൂഞ്ഞാറ് MLA ആയ ഒരു വ്യക്തിയായിരുന്നു തേച്ചൊട്ടിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് എന്നുള്ളതാണ്. കാരണം പി സി ജോർജ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ MLA പറഞ്ഞു അവിടെ നിൽക്ക്, ഇവിടെ തോന്നിയതുപോലെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് പി സി ജോർജ് പറഞ്ഞു ഞാൻ എന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കലെന്ന്. ഏതായാലും ആ ഒരൊറ്റ വാക്കുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജ് എന്ന് പറയുന്ന സിംഹം എന്ന് വിശ്വസിപ്പിക്കുന്ന അയാളെ ഒരു എലിയാക്കി വിട്ടു എന്നുള്ളതാണ്. അത്രത്തോളം നാറ്റിച്ചു വിട്ടു എന്ന് തന്നെ വേണം പറയാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും പി സി ജോർജ് പറയുമ്പോൾ കൈയടിക്കാനും ഇതിനൊന്നും ആരുമില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം. കുറച്ച് കാര്യവും കൂടി ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ. എല്ലായിടത്തും വർത്താനം പറയുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ള വേറെ ആരോടാ പറയുന്നത്? അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ. വേദി ഇതല്ലല്ലോ, അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. 7 ഡോക്ടർമാരുണ്ടായിരുന്നു. ഇത് ആശുപത്രി ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനോ അത് പറയാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. ഒരു MLA നിവേദനം നടന്ന ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റും. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഒരു നല്ല പരിപാടിയിൽ എന്തിനാണ് വെറുതെങ്കിലും ഒരു കക്കൂസ് മാലിന്യത്തെ വിളിച്ചിട്ട് ഇതുപോലെ പരിപാടി കൊളാക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പൂഞ്ഞാറിലെ സിംഹം എന്ന് പറയുന്ന ഈ വല്യേട്ടൻ അല്ലെങ്കിൽ വല്യേട്ടൻ എന്ന് ഈ പിന്നെ സ്വയം പറയുന്ന ഈ പി സി ജോർജ് അവിടെ ഒരുപാട് കാലം MLA ആയിരുന്നല്ലോ. അപ്പോഴൊന്നും പി സി ജോർജിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും പി സി ജോർജിന് എന്ന് പറഞ്ഞാൽ പാർട്ടിയുമില്ല, അണികളുമില്ല, ആൾക്കാരുമില്ല, ഒന്നുമില്ലാതെ ഇപ്പോഴും അനാഥനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രസംഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരാൾ പോലുമില്ല. പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ വരെ ഒരാൾ പോലും, അതായത് ഒരു പത്രക്കാർ പോലും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പി സി ജോർജ് എന്താണ് പറയുന്നതെന്ന് ഇനി പ്രത്യേകിച്ച് പോയിട്ട് പത്രസമ്മേളനത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തോന്നുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അല്ലാതെ യാതൊരു വിധത്തിലുള്ള എന്താ പറയേണ്ടത് ഒരു നല്ല ഒരു കാര്യമൊന്നുമല്ല. ആരെങ്കിലും തെറി പറയാൻ വേണ്ടിയിട്ടും ഇയാൾ വന്നിട്ട് പത്രസമ്മേളനം നടത്തും. അപ്പോൾ പത്രസമ്മേളനത്തിലൂടെ അതൊന്ന് വൈറലാകും. അങ്ങനെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പേക്കൂത്ത് മാത്രമാണ്. ആദ്യമൊക്കെ ഞാനൊക്കെ വിചാരിച്ചത് ഈ പൂഞ്ഞാർ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതേ KCB ഓഫീസിൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതേ പൂഞ്ഞാറ് പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൃഷിഭവനിൽ, വില്ലേജ് ഓഫീസിൽ എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഞൊണ്ണം തോക്കു കൊടുത്തിട്ടും കാണിക്കുമായിരുന്നു. ഇങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് ഇയാളൊരു വലിയ സംഭവമാണെന്നാണ്. പക്ഷെ അധികാരങ്ങളെല്ലാം പോയി. ഇപ്പോഴും ഈയിടെയായിട്ട് എന്ന് പറയുന്നത് അങ്ങേരെ കേൾക്കാൻ ആളില്ല, അതുപോലെ അങ്ങേരുടെ കൂടെ ആളില്ല, അങ്ങയുടെ പാർട്ടിയിലും ആളില്ല, ഒന്നുമില്ലാതെ ഇപ്പോഴും നടുത്തെരുവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നില്ലേ. അതായത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, അതുപോലെ തമ്പ്രാനെ പോലെ ഈ ആശാൻ ഇങ്ങനെ മലർന്ന് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് അയാളുടെ വായിൽ വരുന്ന തെറികളടക്കം പറയുന്നു. ഇങ്ങനെയൊക്കെയാണ്
രീതിയിലാണ് ഈ ആശാൻ കഴിഞ്ഞ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാൻ്റെ വീട്ടിൽ ആളില്ല, ഒരു ഈച്ച പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി പോലും ആരും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങേരെ കൊണ്ട് ഒന്നും നടക്കില്ല. അതായത് ഇങ്ങേരെ പേരും പറഞ്ഞിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നാട്ടി വിടുന്നതല്ലാതെ അവിടുന്ന് ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പൂഞ്ഞാറിലെ പഴയ സിംഹത്തെ അല്ലെ പല്ല് കൊഴിഞ്ഞ സിംഹത്തെ എല്ലാവരും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ആ ഒരു പ്രോഗ്രാം കൊളാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ഇങ്ങനെ പോലെയുള്ള ആൾക്കാരെ എവിടെയും അടുപ്പിക്കാതിരിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് ജീവിച്ചു പോയിക്കോട്ടെ. അതായത് എന്തെങ്കിലും പറയട്ടെ, വിളിച്ചു പറയട്ടെ, ആരും ചെവി കൊടുക്കാതിരിക്കുക. കാരണം വാ പോയ ഒരു കോടാലി, അത്രമാത്രം നമ്മൾ കരുതുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരാളും പോയിട്ട് ഏറ്റുപിടിക്കാനൊന്നും നിൽക്കണ്ട. ഇനിയിപ്പോഴും നാളെ ഇതൊരു വലിയ ചർച്ചയാക്കിയിട്ട് പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ആരും പറഞ്ഞേക്കല്ലേ. കാരണം അയാൾ വലുതാകും, അയാൾ ഈ ആടിക്കിടന്ന് തീർന്നോട്ടെ. കാരണം ഇനി അയാൾക്കൊരു രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ വേറെ ഒരു മണ്ണാങ്കട്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചത് അവിടെയുള്ള മുസ്ലിം ജനങ്ങളാണ്. അവസാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത ശിക്ഷ നമ്മൾ കണ്ടതാണല്ലോ. അതായത് മുസ്ലിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്, എനിക്ക് പേടിയാണ്, എല്ലാത്തിനെയും പാകിസ്ഥാനിൽ ഓടിക്കണമെന്ന്. പിന്നെ ഇവൻ്റെ മറ്റേ ഇയാളതല്ലേ ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പി സി ജോർജ് എന്ന് പറയുന്ന പഴയ സിംഹം ഇപ്പോൾ തേഞ്ഞൊട്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ MLA പറയുമ്പോൾ ഇയാളുടെ മുഖം കണ്ടിരുന്നോ നിങ്ങൾ? അതായത് കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിൽ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ MLAയുടെ കൂടെ വന്നവരായിരിക്കാം, ഇനി ആരാണെന്നറിയില്ല. എന്തൊക്കെയായാലും നല്ല രീതിയിൽ കൂവൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കോമാളി മാറിക്കൊണ്ടിരിക്കുന്ന പഴയ സിംഹം, അതാണ് ഞാൻ പറയുന്നത്, ഒരു കോമാളിയാണ് ഇപ്പോഴേ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഒരു സിനിമാ താരത്തിനൊരു ഫൗള് പറ്റിയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മകളെ കെട്ടിച്ചു കൊടുത്തിയാൽ അത് മകന്. ഇയാൾ വലിയൊരു സംഭവമാണെന്നാണ് അയാളും കരുതിയിരിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പോലും തോന്നിയിട്ടുണ്ടാകും വേണ്ടായിരുന്നു, കാരണം ഇത് ഇത്രയും കോമഡി പീസ് ആണെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകും. കാരണം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതായത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു ക്യാൻസർ വന്ന ഒരു രോഗിയെ പറ്റിയിട്ട് പോലും ഇത്രയും ക്രൂരമായ രീതിയിൽ പറയുക, ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അയാളുടെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ പൂഞ്ഞാറിലെ ആ ഒരു വലിയ സിംഹം ഇല്ലെങ്കിൽ പഴയ സിംഹം ഇപ്പോഴും ഇര പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത്. അത്രത്തോളം വിഷമത്തിലാണ്, അത്രത്തോളം ക്ഷീണത്തിലാണ്. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലോ കയറാൻ കഴിയില്ല എന്ന് തന്നെ അയാൾക്ക് തന്നെ അറിയാം. അയാളെപ്പോഴും എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും എന്ന് പറഞ്ഞാൽ പരിചാരകരും ആൾക്കാരുമായിട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ പെട്ടെന്ന് തന്നെ എല്ലാ അധികാരവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു സമനില എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്പര വിരുദ്ധമായി പോകും. അത് ആരായാലും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പൂഞ്ഞാറിലെ സിംഹത്തിനെ അവിടെ കൂട്ടിലടച്ചു വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തുറന്നു വിടാതിരിക്കുക. അതുപോലെ ഇങ്ങനെ പൊതുജനങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ, നല്ല നല്ല ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മനുഷ്യന്മാരെ മനക്കെടുത്തിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് വരാനുള്ളത്. നന്ദി, നമസ്കാരം.